ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം. ഹാവ് എ നൈസ് ഡേ. അപ്പോൾ ഒരുപാട് പേര് എന്നോട് പേഴ്സണലായിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് മുടി പറക്കാതിരിക്കാൻ എന്താണ് തലയിൽ തേക്കേണ്ടതെന്ന് ഒത്തിരി പേര് എന്നെ വിളിച്ച് പേഴ്സണലായിട്ട് ചോദിച്ചു. ഒരു മാസം മുന്നേ ചോദിച്ചവരുണ്ട്. അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ പരീക്ഷിക്കുന്ന സക്സസ് ആയ കാര്യമാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് പറയാം, യാത്ര ചെയ്യുമ്പോൾ കാറ്റിൽ മുടി അധികം പറക്കാതിരിക്കാൻ മുടി ഒട്ടിപ്പിടിക്കുന്ന തരത്തിൽ ഭാരമുള്ള ഉൽപ്പന്നങ്ങൾ ആവശ്യമില്ല കേട്ടോ. പകരം ഇവയിൽ ഏതെങ്കിലും ഉപയോഗിക്കാം. ചെറിയ അളവിൽ ഹെയർ സിറം ഫ്രീസ് കുറയ്ക്കാനും മുടി നിയന്ത്രണത്തിൽ നിർത്താനും അത് സഹായിക്കും കേട്ടോ. അതായത് ഒരുപാട് പേര് മുടി പറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കട്ടിയുള്ള എണ്ണയൊക്കെ തേക്കും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിൽ അഴുക്കും പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് വേണ്ടത്, സിറം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യും. പിന്നെ രണ്ടാമത്തത് 1-2 തുള്ളി അർഗൻ ഓയിൽ അല്ലെങ്കിൽ ജോജോബ ഓയിൽ. നിങ്ങൾ ആമസോണിൽ കടയിലൊക്കെ കേട്ടിട്ടുണ്ടാകും, കോസ്മെറ്റിക്സ് കടയിൽ. അപ്പോൾ അത് 1-2 തുള്ളി കയ്യിൽ പുരട്ടിയിട്ട് മുടിയുടെ നീളത്തിൽ മാത്രം തേച്ചാൽ മുടി സ്മൂത്തായി ഇരിക്കും, അധികം പറക്കത്തില്ല. അപ്പോൾ കൂടുതൽ പേർക്ക് മുമ്പിലാണ് പറക്കുന്നതെന്നൊക്കെ പറയും, എന്നാലും ചിലവരുടെ ഇത് നീളമുള്ളവർക്കും പറക്കാറുണ്ട്. പിന്നെ ലിവിൻ കണ്ടീഷണർ മുടിയിൽ വരേണ്ടതാണെങ്കിൽ ഇത് നല്ലൊരു തിരഞ്ഞെടുപ്പാണ് കേട്ടോ. കണ്ടീഷണറുള്ള ഷാമ്പു തേക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം മുടിയൊന്നും പറക്കത്തില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ യാത്രയിൽ മുടി വളരെ പറക്കുകയാണെങ്കിൽ ലൂസ് ബ്രെയ്ഡ് പിന്നൽ, ഇങ്ങനെ ലൂസായിട്ടുള്ള പിന്നൽ, അങ്ങനെ ലോ പോണിറ്റെയിൽ കെട്ടുന്നത് ഏറ്റവും ഫലപ്രദമാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, വളരെയധികം എണ്ണ തേച്ചാൽ മുടിയിൽ പൊടി പിടിക്കാനും ഒട്ടിപ്പിടിക്കാനും സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ തെറ്റായ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ കട്ടിക്ക് എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് യാത്ര പോയാലും മതി, അതിൽ ഒട്ടിപ്പിടിക്കാനും പൊടി പിടിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അതിനാൽ കുറച്ച് മാത്രം ഉപയോഗിക്കുക. പിന്നെ നിങ്ങളുടെ മുടി സ്ട്രെയിറ്റ് അല്ലെങ്കിൽ വേവി അല്ലെങ്കിൽ ഇങ്ങനെ കളറൊക്കെ ചെയ്തവർ കേളി ഹെയറൊക്കെ ഉണ്ടാവില്ലേ, അതനുസരിച്ച് കൂടുതൽ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ സ്ട്രെയിറ്റ് മുടിക്കും കേളി മുടിക്കും യാത്രയിൽ മുടി പറക്കാതിരിക്കാൻ നല്ല കുറച്ച് ഓപ്ഷൻ പറഞ്ഞു തരാം. അങ്ങനെയുള്ള 2 തരത്തിലുള്ള മുടിക്കാർക്കുമാണ് കേട്ടോ. മോളിൽ കംപ്ലീറ്റ് പറക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചെറിയ അളവിൽ സ്ട്രെയിറ്റ് മുടിക്ക് ചെറിയ അളവിൽ ഹെയർ സിറം, മനസ്സിലായില്ലേ, 1-2 തുള്ളി അർഗൻ ഓയിൽ അല്ലെങ്കിൽ ജോജോബോ ഓയിലുണ്ട് കേട്ടോ. അപ്പോൾ അത് കോസ്മെറ്റിക്സ് കടയിലൊക്കെ കിട്ടും, അത് വാങ്ങിയിട്ട് തേക്കുക. ആവശ്യമെങ്കിൽ ലഘുവായ ഹെയർ സ്പ്രേ ഉപയോഗിക്കാം കേട്ടോ. സ്മൂത്തായിട്ടുള്ള ഹെയർ സ്പ്രേ ഒക്കെ ഉപയോഗിക്കാം. പക്ഷേ ഇത് അത്ര ഗുണകരമൊന്നുമല്ല മുടിക്ക് കേട്ടോ. മുടി കൊഴിച്ചിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരുപാട് പേര് ചോദിച്ചപ്പോഴാണ്, ഒരു അത്യാവശ്യത്തിനൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യാത്തവരാണെങ്കിൽ ലോ പോണിറ്റെയിൽ അല്ലെങ്കിൽ ലൂസ് ബ്രെയ്ഡ് കെട്ടിയാൽ കൂടുതൽ നിയന്ത്രണത്തിലായിരിക്കും, മനസ്സിലായില്ലേ. പിന്നെ ഈ കേളി ഹെയറൊക്കെ ഉള്ളവർക്ക് ലിവിൻ കണ്ടീഷണർ അല്ലെങ്കിൽ കർലർ ക്രീം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് ക്രീമുണ്ട് കേട്ടോ. കേൾ എന്ന് പറഞ്ഞിട്ടുള്ള കേളി മുടിക്കുള്ള കർലർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രീമുണ്ട്, അത് വാങ്ങിച്ച് തേക്കുക. പിന്നെ കുറച്ച് അർഗൻ ഓയിൽ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ മുടിയുടെ അറ്റങ്ങളിൽ മാത്രം തേക്കുക. ഈ കേളി ഹെയർ ഉള്ളവർക്കാണ് കേട്ടോ, ഒത്തിരി ചുരുണ്ട മുടിയൊക്കെ ഉള്ളവർക്കാണ്. പിന്നെ സാറ്റിൻ സിൽക്ക് സ്ക്രഞ്ചി ഉപയോഗിച്ച് ലൂസ് ബണ്ണ് അല്ലെങ്കിൽ ബ്രെയ്ഡ് പോലെ കെട്ടിയാലും അതിൻ്റെ ഒരു ഫ്രീസ് കുറയും, മനസ്സിലായില്ലേ. ചുരുണ്ട മുടിയൊക്കെ ഉള്ളവർക്ക് ഈ മുമ്പിലത്തെ ഇതൊക്കെ അതിൻ്റെ ഒരു ഫ്രീസായിട്ട് കുറയും. പിന്നെ എല്ലാവർക്കും പൊതുവായിട്ട് നനഞ്ഞ മുടിയിൽ യാത്ര ചെയ്യാതിരിക്കുക. പൊതുവായിട്ട് ഞാൻ പറയുന്ന കാര്യമാണ്, 2 കൂട്ടർക്കും, കേളി ഹെയറും നീളത്തിലുള്ളവർക്കും എല്ലാവർക്കും പൊതുവായിട്ട് നനഞ്ഞ മുടിയുമായിട്ട് യാത്ര ചെയ്യാതിരിക്കുക. അതായത് വളരെയധികം എണ്ണ തേക്കാതിരിക്കുക. രണ്ടാമത്തത്, പിന്നെ കാറ്റ് കൂടുതലുള്ള യാത്രകളിൽ സ്കാർഫ് അല്ലെങ്കിൽ ക്യാപ്പ് ഉപയോഗിച്ച് മുടി കൂടുതൽ സംരക്ഷിക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം. കൂടുതലായിട്ടും നമ്മളുടെ ഒത്തിരി പേര് ചോദിച്ചതിൽ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒന്നിൽ നിങ്ങൾ നേരിയ പോലെയുള്ള സിറം ഉപയോഗിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പ്യൂരിഫൈ ചെയ്തിട്ടുള്ള എണ്ണയൊക്കെ ഉണ്ടാവുമല്ലോ, അത് ലൈറ്റായിട്ട് 2-3 തുള്ളി എടുത്തിട്ട്
നിങ്ങളുടെ ഇങ്ങനെ കയ്യിലാക്കിയിട്ട് നിങ്ങളുടെ മുടിയിലൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കുക ലൈറ്റായിട്ട്. അപ്പോൾ ഒരു അത്രയ്ക്കൊന്നും പറക്കത്തില്ല. പിന്നെ ഒത്തിരി എന്നെപ്പോലെ കട്ടിയില്ലാത്ത മുടിയൊക്കെ ആണെങ്കിൽ ഒട്ടിയിട്ടുണ്ടാവും. അതൊന്നും നിങ്ങൾ സാരമാക്കണ്ട. നിങ്ങൾക്ക് മുടി പറക്കാതിരിക്കാനായിട്ട് ഈ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. അതല്ല നിങ്ങൾക്കിതൊന്നും വാങ്ങാൻ ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നാച്ചുറലായിട്ടുള്ള ഈ എണ്ണയും പ്യൂരിഫൈ എണ്ണയും ഓയിലും അതുപോലെ എന്താ പറയുക മറ്റേ സിറവും ഉണ്ട് നാച്ചുറൽ രീതിയിലുള്ള. അത് ഞാൻ ഉണ്ടാക്കുന്നതല്ല, പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർലറിന് വേണ്ടിയിട്ട് റെപ്രസെൻറ്റേറ്റീവ് കൊണ്ടുവരുന്ന നാച്ചുറൽ പ്രോഡക്റ്റ് ഉണ്ട്. അത് ചിലപ്പോൾ അവർ വിപണിയിലൊന്നും വിൽക്കത്തില്ല. അങ്ങനെയുള്ളത് ഞാൻ കുറേ പേർക്ക് ഇങ്ങനെ വാങ്ങിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഞങ്ങളുടെ പിന്നെ ഞാൻ എൻ്റെ ഒരു ഓയിലും ഒക്കെ അതിൽ ചേർത്തുന്നുണ്ട്, കുറച്ച് പൊടിക്കൈകളൊക്കെ. അപ്പോൾ ആ സിറം തേക്കുമ്പോൾ മുടിക്കൊന്നും ഒരു കുഴപ്പവും വരില്ല. അതാണ് അതിൻ്റെ ഒരു എന്താണ് കൂടുതൽ സക്സസ് കേട്ടോ. വലിയ കുഴപ്പം വരില്ല. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ച് തേക്കുന്നവർ സിറമായാലും ഞാൻ പറഞ്ഞില്ലേ, ഹെയർ സ്പ്രേ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മുടിയൊക്കെ കൊഴിഞ്ഞു പോകും കുറേ ദിവസം കഴിയുമ്പോൾ. അപ്പം തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ ഡെയിലി യാത്ര പോകുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ. ഒരുപാട് പേര് എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് ചോദിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ഇടാൻ കാരണം. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ വിപണിയിലൊക്കെ ഈ സിറമും പ്യൂരിഫൈ എണ്ണയും അതുപോലെ ഹെയർ സ്പ്രേ ഒക്കെ കിട്ടും. നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്യുക, നല്ല ബ്രാൻഡിൻ്റെയൊക്കെ. അത് കിട്ടാത്തവരാണ്, നിങ്ങൾക്ക് നാച്ചുറലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്നോട് ഈ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതിൽ വിളിച്ച് ചോദിക്കുക. പക്ഷെ ഞാൻ വെളിയിൽ കുറച്ച് പേർക്ക് കൊടുക്കുന്നത് ചിലവർക്ക് ബോക്സൊക്കെ പൊട്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അടുത്തുള്ളവർക്ക് ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ വിളിച്ച് ചോദിക്കുക വേണമെന്നുള്ളവർ. അല്ലെങ്കിൽ വിപണിയിൽ കിട്ടും, വാങ്ങി ഉപയോഗിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. കമൻറ്റ് എനിക്ക് തീരെ ഇല്ല. എന്നോട് എല്ലാവരും ചോദിക്കുന്നത് എന്താ കമൻ്റ് ഒന്നും കാണാത്തത് പറഞ്ഞിട്ട്. ഒത്തിരി പേര് കമൻ്റ് ഇടുന്നില്ല. എന്തായാലും ഇപ്പോൾ ഇന്നലെയും കൂടിയിട്ട് എൻ്റെ അടുത്ത് എന്തോ കണ്ടിട്ട് അവർ ഒരു പാർട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, കളിയാക്കിയിട്ടാണോ എന്നറിയില്ല. പക്ഷേ എനിക്കെല്ലാം സന്തോഷം തന്നെയാണ് കേട്ടോ. മുടി തീരെ കുറവാണല്ലോ പറഞ്ഞു, എന്തോ ഹെയർ പാക്കിൻ്റെ കാര്യം കൊണ്ട്. പക്ഷേ ആ ഹെയർ പാക്ക് ഇടുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും എൻ്റെ മുടി തന്നെ നിലനിൽക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഏജൊക്കെ ആയി കേട്ടോ. നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പറയാറുണ്ട്, വീണ്ടും വീണ്ടും പറയാറില്ല. അപ്പോൾ ഏജായിട്ടും ഞാൻ ഈ രീതിയിൽ നിൽക്കുന്നത് എൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെയാണ്. അപ്പം ഞാൻ എൻ്റെ സക്സസ്സായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പ്രൊഡക്റ്റായിട്ട് തരുന്നത്. അപ്പോൾ ഇഷ്ടമുള്ളവർ വാങ്ങുക. എൻ്റെ പ്രൊഡക്റ്റ് വാങ്ങണം എന്നൊന്നുമില്ല, പക്ഷേ നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഒന്നുകൊണ്ട് കുറവ് വരില്ല, കൂടുതൽ മെച്ചപ്പെട്ടേ വരുള്ളൂ. ഫേസ് പാക്ക് സ്കിന്നിനും നമ്മളുടെ മുടിക്കും എല്ലാം ഉള്ള സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ പ്രൊഡക്റ്റുകൾ. ഞാൻ എൻ്റെ സംരക്ഷണം നിലനിർത്തുന്നത് പോലെ നിങ്ങൾക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു വീഡിയോ ലെങ്തി ആവുന്നതും പറഞ്ഞത് തന്നെ പറയുന്നുണ്ട്. ചിലപ്പോൾ ഓർമ്മക്കുറവ് കാരണം എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അതിൽ ഇൻട്രസ്റ്റും ഇതിനൊക്കെ വരട്ടെ പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പം ഞാൻ ലാഗ് ചെയ്യുന്നത് നിങ്ങളൊന്ന് ക്ഷമിക്കുക. നിങ്ങൾ എന്ത് വേണമെങ്കിലും എനിക്ക് കമൻ്റ് ഇട്ടോളൂ. എന്തായാലും എനിക്ക് കമൻറ്റ് വേണം പ്ലീസ്. നിങ്ങൾ എല്ലാവരും കമൻ്റ് ഇടുക. എൻ്റെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇട്ടോളൂ കേട്ടോ. എന്നാലല്ലേ എനിക്ക് തിരുത്താൻ കഴിയുള്ളൂ. ഒരാൾക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തെറ്റുകൾ തിരുത്തി നിങ്ങൾ വിജയിപ്പിച്ചാലേ വിജയിച്ച് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.